വയനാട് പുതുശ്ശേരി വെള്ളാരംകുന്നിൽ കർഷകനെ കൊന്ന കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് തെരച്ചിൽ. കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കാനാണ് ശ്രമം. പ്രദേശത്ത് കടുവയ്ക്കായി കൂടും സ്ഥാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായിരുന്നില്ല. വിവരങ്ങളുമായി അനൂപ് വർഗീസ് ചേരുന്നു വയനാട്ടിൽ നിന്നും. അനൂപ്, കടുവയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അധികൃതർ ഏത് വഴിയിൽ ആണ് ഇപ്പോൾ ഈ കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്? സിജി, മാനന്തവാടി പുതുശ്ശേരിയിൽ കർഷകനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയ്ക്കായ തിരച്ചിൽ ഇന്നും തുടരുകയാണ്. ഇതുവരെയും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2 ദിവസങ്ങളിലായി നടത്തിയ തിരച്ചിലിനിടയ്ക്ക് കടുവയുടെ സാന്നിധ്യം പോലും സ്വീകരിക്കാൻ ഇതുവരെയും വനം വകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കടുവ നല്ല ആരോഗ്യമുള്ള കടുവയാണെന്നാണ് വനം വകുപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഉൾക്കാട്ടിലേക്ക് പോയിരിക്കാം എന്ന സൂചനയും വനം വകുപ്പ് നൽകുന്നുണ്ട്. ഏതായാലും പ്രദേശത്ത് വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് പ്രദേശവാസികൾക്കുള്ളത്. പ്രത്യേകിച്ചും വനവുമായി വളരെയധികം ദൂരെയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടെയാണ് കർഷകനെ കൃഷിയിടത്തിൽ വെച്ച് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം തന്നെ വനം വകുപ്പിനെതിരെ ആളുകൾക്കുണ്ട്. എന്നിരുന്നാലും 30ഓളം സംഘങ്ങളായി തിരഞ്ഞുകൊണ്ട് തന്നെയാണ്, കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി 30ഓളം സംഘങ്ങളായി തിരഞ്ഞുകൊണ്ട് തന്നെയാണ് വനം വകുപ്പ് ഇപ്പോൾ പ്രത്യേകമായി തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസം തന്നെയാണ് വനം വകുപ്പ് അധികൃതർ നൽകുന്നത്. അനൂപ്, ഇടപെട്ട് ചോദിച്ചോട്ടെ, ഏതോ കൃഷിയിടത്തിൽ ഇപ്പോൾ കടുവയെ കണ്ടതായി നാട്ടുകാർ ചില വിവരങ്ങൾ നൽകുന്നു എന്ന സൂചനയുണ്ട്. അത് ശരിയാണോ? ഇപ്പോൾ കിട്ടുന്ന ഈ വാർത്ത കുപ്പാടിത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഇവിടെ നിന്നും വളരെയധികം മാറിയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ കടുവയെ കണ്ടു എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നും കിലോമീറ്ററുകൾ 25 കിലോമീറ്ററിന് അകലെയുള്ള സ്ഥലമാണ് ഈ കുപ്പാടിത്തറ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇപ്പോൾ കടുവയെ കണ്ടു എന്ന് പറയുന്നത്. ഇവിടെയും തെരച്ചിൽ ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതരെത്തി തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏതായാലും വയനാട് പൊതുവെ ഇപ്പോൾ കടുവ പേടിയിൽ തന്നെയാണ്. വയനാട്ടിലെ മിക്ക സ്ഥലങ്ങളിലും വനമില്ലാത്ത ഭാഗങ്ങളിൽ പോലും കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കടുവകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും കർഷകനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആ കടുവയെ ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധ പരിപാടികൾക്ക് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ രൂപം കൊടുക്കാൻ പോകുന്നത്. കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ തോമസിന്റെ മൃതദേഹം ഇന്ന് ഉച്ചയോടുകൂടി സംസ്കരിക്കും. ശരി അനൂപ്.